ഹിയർ വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ. ഇവിടെ എന്താ നടക്കുന്നത്? വല്ലതും പിടികിട്ടിയോ? God is checking whether you are spiritual or natural. നിങ്ങൾ പ്രാകൃത മനുഷ്യനാണോ ആത്മീയനാണോ എന്ന് ചെക്ക് ചെയ്യുന്ന സ്ഥലമാണ്. And when you are qualified as a spiritual person, God will make you stand in the pulpit. അല്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് അറിയാമോ? വല്ലതും പിടികിട്ടിയ? അപ്പോൾ ഇവിടെ നിങ്ങളെ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ? ശോധനയിലൂടെ. എത്ര പേര് കേൾക്കുന്നുണ്ട്? നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ദൈവമാണ് ഇവിടെ നിർത്തുന്നത്, പാസ്റ്റർ അല്ല. അപ്പൊ ഇടിച്ചു കയറി വന്ന് നിൽക്കല്, ഇടിച്ചു കയറി ബലത്താൽ വന്ന് നിൽക്കല്. ദൈവം തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് ദൈവമാണ് നിർത്തേണ്ടത്. എത്ര പേർക്ക് മനസ്സിലായി? We should not push forward and come and stand in the pulpit and preach or sing, but God himself should select us. ദൈവമാണ് നമ്മളെ തെരഞ്ഞെടുക്കേണ്ടത്. എത്ര പേർക്ക് മനസ്സിലായി? വല്ലതും പിടികിട്ടിയ? ഇനി അല്ലാതെ ഇടിച്ചു കയറി നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് അറിയാമോ? വല്ലതും പിടിയുണ്ട? I am going to take you to the Numbers 16. സംഖ്യാപുസ്തകം 16 നിങ്ങളെ കൊണ്ടുപോവുകയാണ്. Numbers 16. എല്ലാവർക്കും സംഖ്യാപുസ്തകം എടുക്കാം. What it is saying? Numbers 16 verse 29 to downwards. അതിപ്പം വായിക്കണ്ട, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോളൂ. When you read the book of Numbers 16, you can find that some people rebelled against Moses and Aaron because they want to do the service of the Lord. സംഖ്യാപുസ്തകം 16 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, മോശയോട് ചിലവർ പിറുവിറുത്ത്. ആരാ പിറുവിറുത്തത്? കോരഹിന്റെ മക്കള്. Korah and his family rebelled against God and Moses and Aaron. They said they want to come and stand in the pulpit. ഈ പുൾപിറ്റിൽ വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യണമെന്ന് അവർ ശാഠ്യം കാണിച്ചു. എല്ലാം പിടികിട്ടിയ? But God said only Aaron and his sons are going to minister in the pulpit and Moses has to lead the people. ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? മോശയാണ് നയിക്കേണ്ടത്, ആരോനും മക്കളും ഇവിടെ യാഗപീഠത്തിൽ ശുശ്രൂഷയാണ്. എത്രവർക്ക് മനസ്സിലായി? And God told this Korah and his people, you can do other things. മറ്റു കാര്യങ്ങൾ ദേവാലയത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞു. വായിച്ചിട്ടുണ്ടോ? സംഖ്യാപുസ്തകം 16 വായിച്ചിട്ടുണ്ടോ? But they rebelled against Moses and said, no, we want to do the service. ഞങ്ങൾക്ക് പുൾപിറ്റിലിരുന്ന് ദൈവവചനം ഘോഷിക്കണം. We want to burn the incense. ഞങ്ങൾക്ക് ധൂപം കാട്ടണം. അപ്പൊ അവിടെ ദൈവം പറയുന്ന കാര്യമാണ് ഇനി ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് കേട്ടോ. ദൈവം പറയുന്നതും ദൈവം ചെയ്തതും. The book of Numbers 16 verse 29. If these men die naturally like all men, or if they are visited by the common fate of all men, then the Lord has not sent me. അവിടെ മോശ പറയുകയാണ്, ഇവിടെ ദൈവത്തിൻ്റെ പദ്ധതിയോടുകൂടി എതിർത്ത് നിന്നവര് ഒരു സാധാരണ മരണമല്ല അവർ വരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? അവർക്ക് ഒരു വിചിത്രമായ മരണമായിരിക്കും കൊടുക്കുന്നത്. ഉറങ്ങല്ലേ? വായിക്ക് 29 വായിര്. ആ അപ്പൊ ഇവിടെ പുൾപിറ്റിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ഒരു ദോഷം ചെയ്തു കഴിഞ്ഞാൽ, കുറവുള്ളതായിട്ട് ദൈവം കണ്ടു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ മരിക്കുന്നത് പോലെ അല്ല മരിക്കുന്നത്. എത്ര പേർക്ക് എൻ്റെ ഭയം മനസ്സിലാകുന്നുണ്ട്? വല്ലതും പിടികിട്ടിയ? താഴോട്ട് വായിക്കാം. But if the Lord creates a new thing and the earth opens his mouth and swallows them up with all that belongs to them and they go down alive into the pit,
then you will understand that these men have rejected the Lord. ഭൂമി വായിച്ചോളൂ. എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കും. എന്താണ്? ഭൂമി വായ് പിളരും, സകലത്തെയും വിഴുങ്ങിക്കളയും. ജീവനോട് സ്വർഗത്തിലുമല്ല പോകുന്നത്, ഉള്ള സമ്പാദ്യം എല്ലാം ഭൂമി പിളർന്ന് ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സ്ഥലമാണ്. എത്ര പേർക്ക് മനസ്സിലായി? ഇവിടെ വന്ന് നിൽക്കാനായിട്ട് വഴക്ക് കൂടുകയോ അടിപിടിയോ കൂടല്ലേ. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ തലമുറയും കൂടെ ബാധിക്കുന്ന പ്രശ്നമാണ്. എത്ര പേർക്ക് മനസ്സിലായി? അപ്പൊ താഴോട്ട് വായിക്കാം. ആ, അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഭൂമി പിളർന്നു. എല്ലാത്തിനെയും പോയി. Now it came to pass as he finished speaking all these words that the ground split apart under them, and the earth opened its mouth and swallowed them up with their households and all the men with Korah with all their goods. അവർ അന്നുവരെയും സമ്പാദിച്ച എല്ലാ സമ്പാദ്യവും അവരുടെ മക്കളും നിന്ന നിപ്പിൽ തന്നെ ഭൂമി പിളർന്ന് എല്ലാം കൂടെ താഴോട്ട് പോയി. അങ്ങനെ ആർക്കും വരാതിരിക്കാനാണ് ഇവിടെ ചെക്ക് ചെയ്ത് പോകുന്നത്. വല്ലതും പിടികിട്ടിയ? ഇതെന്തിനാ പാസ്റ്റർ ഇത്ര ശ്രദ്ധ കൊടുക്കുന്നത്? നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്, നിങ്ങൾക്ക് ദോഷം വരാതിരിക്കാനാണ്. വല്ലതും പിടികിട്ടിയ? അപ്പൊ ഇവിടെ why we are checking everyone here that you should not go into the pit and never see the light. നിങ്ങൾ ഒരിക്കലും ഒരു കുഴിയിൽ വീണ് ഒരിക്കലും പ്രകാശം കാണാത്ത രീതിയിലേക്ക് ആകാതിരിക്കാനാണ് ഇവിടെ ചെക്ക് ചെയ്ത് വിടുന്നത്. ഇതെന്താ ഈ പാസ്റ്റർ അങ്ങനെ ഇങ്ങനെ അല്ലേ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാ? നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. മനസ്സിലായേ? So we should be very careful in ministry. അതുകൊണ്ടാണ് നമ്മളിവിടെ കറക്റ്റ് സമയമൊക്കെ വയ്ക്കുന്നത് അല്ലേ? സിസ്റ്ററിനൊന്നും വരാൻ സാധിച്ചോ ഇതുവരെ? അല്ല, ഇവിടെ ഈ മൂന്നാമതിരിക്കുന്ന സിസ്റ്റർ ആഗ്രഹമുണ്ട് അല്ലേ, പക്ഷെ വരാൻ പറ്റുന്നില്ല, ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? ദൈവമാണ് കൊണ്ടുവരേണ്ടത്. If I like you and I am telling you, എനിക്ക് സിസ്റ്ററോട് വലിയ സ്നേഹം തോന്നിയിട്ട് ഞാൻ സിസ്റ്ററോട് പറയാണ്, സിസ്റ്ററെ വാ കുഴപ്പമില്ല ഇവിടെ നിന്നോളൂ, 2 പാട്ട് പാടിയിട്ട് പോകുമെന്ന് പറഞ്ഞാൽ ദൈവം പിടിക്കും. പിന്നെ ആളെ തന്നെ കാണത്തില്ലായിരിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഞാൻ അവിടെയൊക്കെ പിടിച്ചു നിർത്തുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? ദൈവം പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ പിടിച്ചു നിർത്തുന്നത്. വേറൊരു പാസ്റ്റർ ഇത് ചെയ്യത്തില്ല. വല്ല പിടിയിട്ടെന്ന് അറിയത്തില്ല. So why I am taking this subject here, we should be very careful. നമ്മൾ ഭയത്തോടു കൂടി വേണം ദൈവവേല ചെയ്യാനായിട്ട്. So when you are found without any blame, God will use you powerfully. അപ്പൊ നിങ്ങൾക്കൊരു കുഴപ്പമില്ലാന്ന് ദൈവം കണ്ടു കഴിഞ്ഞാൽ ദൈവം തന്നെ നിങ്ങളെ എടുത്ത് ഉപയോഗിക്കും. Praise the Lord. I will take you to one word, John 16:24. യോഹന്നാന്റെ സുവിശേഷം 16:24. അല്ല, അതാണ് ജോൺ 12:24. The book of John 12. അതിന്റെ അർത്ഥം വല്ലതും പിടികിട്ടിയ? ഇവിടെ യേശു പറയുകയാണ്, most assuredly I say to you, unless a grain of wheat falls into the ground and dies, it remains alone. But if it dies, it produces much grain. അതിന്റെ അർത്ഥം വല്ലതും പിടികിട്ടിയ? ഗോതമ്പ് മണി
നിലത്ത് വീണ് ശക്തിയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അത് അതേപോലെ ഇരിക്കുമെന്ന്. ഇവിടെ വന്നിട്ട് ദൈവം നിങ്ങളെ ഉടക്കുകയാണ്. God is breaking you and testing you. അതാണ്